ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജനുവരിയിൽ ഏകദേശം 31 മലയാള സിനിമകളാണ് റിലീസായത്. ഇതിൽ 2 സിനിമകൾ OTT റിലീസായും 29 സിനിമകൾ തിയേറ്ററിലുമാണ് റിലീസ് ചെയ്തത്. ഇങ്ങനെ തിയേറ്ററിലത്തെ ഈ 29 സിനിമകളിൽ എത്ര സിനിമകൾ വിജയിച്ചു എന്ന് ചോദിച്ചാൽ നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു സിനിമ വിജയിച്ചു. അത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത രേഖാചിത്രം തന്നെയാണ്. ബാക്കി വരുന്ന ഈ 28 സിനിമകളിൽ ഏകദേശം 10ഓളം സിനിമകൾ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തവ കൂടിയാണ്. അതിൽ 3 സിനിമകൾ ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുന്ന സിനിമ കൂടിയാണ്. 2025 ജനുവരിയുടെ തുടക്കം ഐഡന്റിറ്റി എന്ന ടോവിനോ തോമസ് ചിത്രത്തിലൂടെയാണ്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിങ്ങനെ ഇരുവർ ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തിരുന്നു. എന്നാൽ കളക്ഷനിൽ ഈ സിനിമ പിന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം 8,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. നിലവിൽ OTT റിലീസ് കൂടി പൂർത്തിയായ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായി കളക്ട് ചെയ്തത് 16,20,00,000 രൂപയായിരുന്നു. ജനുവരി 3-ാം തീയതി 5 മലയാള സിനിമകൾ തിയേറ്ററിലെത്തി. ഷമീം മൊയ്തീൻ സംവിധാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ഹരിത എന്റർടൈൻമെന്റ് നിർമ്മിച്ച ഈ സിനിമയിൽ അൽതാഫ് സലീം, നാസിം ജമീല, സക്കറിയ, സജിൻ ചെറുകയിൽ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ധ്യാൻ ശ്രീനിവാസൻ നായകനെ അരുൺ ശിവവിലാസം സംവിധാനം ചെയ്ത ID ദി ഫേക്ക് എന്ന സിനിമയായിരുന്നു ജനുവരി 3-ലെ 2ാമത്തെ റിലീസ്. ദിവ്യ പിള്ള, കലാഭവൻ ഷാജോൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ യസ എന്റർടൈൻമെന്റ് ആണ് നിർമ്മിച്ചത്. കേവലം 20 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളൂ. മിസ്റ്റർ ബംഗാളി എന്ന സിനിമയായിരുന്നു ജനുവരി 3-ലെ 3ാമത്തെ റിലീസ്. ജോബി വയലങ്കൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അരിസ്റ്റോ സുരേഷ്, ബോബൻ ആലുംപുഴൻ, കൊല്ലം തുളസി എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ. സുഗീഷ് ദക്ഷിണകാശി, ഹരിനാരായണൻ KM എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഒരുമ്പെട്ടവൻ എന്ന സിനിമയായിരുന്നു 4ാമത്തെ റിലീസ്. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, ഡയാന ഹമീദ്, ജാഫർ ഇടുക്കി, സുധീഷ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. 40 ലക്ഷത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിരുന്നു. ജനുവരി 3-ലെ 5ാമത്തെ റിലീസ് ദി മലബാർ ടൈൽസ് എന്ന സിനിമയാണ്. ആനിയൽ കുഞ്ഞപ്പൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശിവരാജ്, അനിൽ ആന്റോ, പ്രസീത വാസു, നവ്യ ബൈജു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. 2025 ജനുവരിയിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ സിനിമ പിറവിയെടുത്തത് ജനുവരി 9 വ്യാഴാഴ്ചയാണ്. ആസിഫ് അലി നായകനായി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം എന്ന സിനിമ ബിസിനസ് ഉൾപ്പെടെ 75 കോടിയാണ് കളക്ട് ചെയ്തത്. തിയേറ്ററിൽ 57 കോടി കളക്ട് ചെയ്ത ഈ സിനിമ കേരള കളക്ഷനായി 26 കോടിയും കളക്ട് ചെയ്തിരുന്നു. കേവലം 10 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമയിൽ അനശ്വര രാജൻ, മനോജ് K ജയൻ, സിദ്ദീഖ്, ജഗദീഷ്, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ് എന്നിങ്ങനെയായിരുന്നു താരനിര. മഹേഷ് മധു സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ നായകനായി ജനുവരി 10-ന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളം. ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. അനശ്വര രാജൻ നായികയായി അഭിനയിച്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 3.5 കോടിയോളം കളക്ട് ചെയ്തെങ്കിലും പരാജയമായിരുന്നു. ജോസഫ് ചെറിൻ സംവിധാനം ചെയ്ത എൻ വഴി തനിവഴി എന്ന സിനിമ ജനുവരി 10-നാണ് റിലീസ് ചെയ്തത്. ഫസൽ പൂനൂർ, അഖില ശ്രീലേഷ്, ബിന്ദു ബാല, ബിജു ലാൽ, സന്ദീപ് ഗോപാൽ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. കേവലം 1.5 ലക്ഷം രൂപ ചെലവിലാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും തിയേറ്ററിൽ യാതൊരു ചലനവും ഈ സിനിമയ്ക്ക് സൃഷ്ടിക്കാനായിട്ടില്ല. 2025 ജനുവരിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ പ്രാവൻകൂട് ഷാപ്പായിരുന്നു. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജനുവരി 16-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് എന്നിങ്ങനെയായിരുന്നു താരനിര. ഈ സിനിമയും പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും കേരള കളക്ഷനായി 5.5 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 9.5 കോടി രൂപയും മാത്രമാണ് കളക്ട് ചെയ്തത്. ജനുവരി 17-ന് 4 സിനിമകൾ തിയേറ്ററിലെത്തി. ഗുരു ഗോവിന്ദ് സംവിധാനം ചെയ്ത 1098 എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. സന്തോഷ് കീഴാറ്റൂർ, മോണിഷ വാര്യർ എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ബിനോയ് ജി റസൽ സംവിധാനം ചെയ്ത ആദച്ചായി എന്ന സിനിമയായിരുന്നു 2ാമത്തെ റിലീസ്. ചെമ്പിൽ അശോകൻ, പ്രമോദ് വെളിയനാട്, ജോളി ഈശോ, ഡയന ബിൻസൺ എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ. കൃഷ്ണസാഗർ സംവിധാനം ചെയ്ത എമറാൾഡ് എന്ന സിനിമയായിരുന്നു 3ാമത്തെ റിലീസ്. സന്ദീപ് രമേശ്, അമൽ കൃഷി എന്നിവർ അഭിനയിച്ച ഈ സിനിമയും പരാജയമായിരുന്നു. 4ാമത്തെ റിലീസ് ഷാജി സ്റ്റീവൻ സംവിധാനം ചെയ്ത ഓഫ് റോഡാണ്. അപ്പാണി ശരത്ത്, ഹരികൃഷ്ണൻ, നിൽജ K ബേബി, ഹിമ ശങ്കർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ജനുവരി 23-ന് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററിലെത്തി. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിലെത്തിയ ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, ലെന, സുഷ്മിത ഭട്ട് എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 9.5 കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 20 കോടിക്ക് അടുത്താണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ്. ജനുവരി 24-ന് 7 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. അർജുൻ അശോകൻ നായകനായി ലിജു തോമസ് സംവിധാനം ചെയ്ത അൻപോട് കൺമണി എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അനഘ നാരായണൻ, അൽതാഫ് സലീം എന്നിവർ കൂടി അഭിനയിച്ച ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. നിലവിൽ 70 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. അനൂപ് പുരുഷത്ത് സംവിധാനം ചെയ്ത സൂപ്പർ ജിമിനി എന്ന സിനിമയായിരുന്നു 2ാമത്തെ റിലീസ്. മീനാക്ഷി, സീമാജി നായർ, ജയകൃഷ്ണൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമയും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് വേണ്ടത്ര സ്ക്രീൻ കൗണ്ട് ലഭ്യമായിരുന്നില്ല. P. സേതുരാജൻ സംവിധാനം ചെയ്ത എന്റെ പ്രിയതമന് എന്ന സിനിമയായിരുന്നു 3ാമത്തെ റിലീസ്. ഇന്ദ്രൻസ്, മധുപാൽ, ഗൗരി കൃഷ്ണ എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ.
ദിലീഷ് പോത്തൻ നായകനായി തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത എന്ന സിനിമയും തിയേറ്ററിലെത്തി. ജാഫർ ഇടുക്കി, ദേവദർശിനി എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്തെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്കും വിജയിക്കാനായില്ല. അഭിരാജന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമയായിരുന്നു മറ്റൊരു റിലീസ്. സോണി ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്രീനിവാസൻ നായർ, മായ വിശ്വനാഥ്, ശാരിക സ്റ്റാലിൻ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. അരീന ദി ബിഗിനിംഗ് എന്ന സിനിമയും തിയേറ്ററിലെത്തി. അക്ഷയ് കാപ്പാടൻ, സഞ്ജു കൃഷ്ണ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കുട്ടി സാറ, അമേയ, ലസിത, അനിൽ രാജ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഷാനു സമദ് സംവിധാനം ചെയ്ത ബെസ്റ്റി എന്ന സിനിമയായിരുന്നു 7ാമത്തെ റിലീസ്. ഷഹീൻ സിദ്ദീഖ്, അഷ്കർ സൗദാൻ, സാക്ഷി അഗർവാൾ എന്നിവർ അഭിനയിച്ച ഈ സിനിമയും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ബേസിൽ ജോസഫ് നായകനായി ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന സിനിമയാണ് പൊന്മാൻ. ചിത്രത്തിൽ സൈൻ ഗോപു, ലിജോ മോൾ ജോസ്, ദീപക് പറമ്പോൾ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. വിനായക അജിത്ത് നിർമ്മിച്ച ഈ സിനിമ കഴിഞ്ഞ ജനുവരി മാസം തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ വിജയം നേടിയെടുക്കുന്ന മറ്റൊരു സിനിമ കൂടിയായി മാറിയിരിക്കുകയാണ്. നിലവിൽ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും ഏകദേശം 9 കോടി റേഞ്ചിൽ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ജനുവരി 31 വെള്ളിയാഴ്ച 6 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. വിനോദ് പരമേശ്വരൻ സംവിധാനം ചെയ്ത 4 സീസൺസ് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അമീൻ റഷീദ്, റിയാസ് നർമകല, ബിജു സോപാനം എന്നിവർ അഭിനയിച്ച ഈ സിനിമ എബോ ആവറേജ് അഭിപ്രായം നേടിയെടുത്തിരുന്നെങ്കിലും കളക്ഷനിൽ പിന്നോക്കമാണ്. അജയകുമാർ ബാബു സംവിധാനം ചെയ്ത ദേശക്കാരൻ എന്ന സിനിമയായിരുന്നു മറ്റൊരു റിലീസ്. അജയകുമാർ ബാബു, പത്മ ഗോപിക, ശിങ്കൽ തമന്യ എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ജിഷ്ണു ഹരീന്ദ്രൻ സംവിധാനം ചെയ്ത പറന്ന് പറന്ന് പറന്നു ചെല്ലാൻ എന്ന സിനിമയായിരുന്നു 3ാമത്തെ റിലീസ്. സിദ്ധാർത്ഥ് ഭരതൻ, ഉണ്ണി ലാലു, ശ്രീജ ദാസ്, സമൃദ്ധി താര, സജിൻ ചിറകയിൽ എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ജയം ഇൻഫോർടൈൻമെന്റ് നിർമ്മിച്ച ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 22 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. പ്രസാദ് വേളാഞ്ചേരി സംവിധാനം ചെയ്ത ഒരു കഥ ഒരു നല്ല കഥ എന്ന സിനിമയായിരുന്നു 4ാമത്തെ റിലീസ്. മലയാള സിനിമയിലെ പഴയകാല സൂപ്പർ താരങ്ങളായ ഷീല, അംബിക ശങ്കർ, ബാലാജി ശർമ്മ, കോട്ടയം രമേശ് എന്നിവരായിരുന്നു ഈ സിനിമയിലെ അഭിനേതാക്കൾ. ബ്രൈറ്റ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് യാതൊരുവിധ ചലനവും സൃഷ്ടിക്കാനായില്ല. ദി സീക്രട്ട് ഓഫ് വുമൺ എന്ന സിനിമയായിരുന്നു 5ാമത്തെ റിലീസ്. പ്രജേഷ് സൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അജു വർഗീസ്, നിരഞ്ജന അനൂപ്, ശ്രീകാന്ത് മുരളി, സുമാദേവി എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഈ സിനിമ 25 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ നായകനായി എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം എന്ന സിനിമയായിരുന്നു 6ാമത്തെ റിലീസ്. നിഖില വിമൽ, കയാദു ലോഹർ, ഐശ്വര്യ മിഥുൻ, ബാബു ആന്റണി, പി കുഞ്ഞികൃഷ്ണൻ, സയനോര ഫിലിപ്പ്, പൂജ മോഹൻരാജ് എന്നിങ്ങനെ നല്ല താരനിര അണിനിരന്നിട്ടുള്ള ഈ സിനിമ മികച്ച അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ്. ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് 3 കോടി 60 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് GCC രാജ്യങ്ങളിൽ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വിദേശ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുമുണ്ട്. ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും യൂറോപ്പ് ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി ഏകദേശം 80 ലക്ഷത്തോളം കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 4 കോടി 40 ലക്ഷം റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കഴിഞ്ഞ ജനുവരിയിൽ തിയേറ്ററിലെത്തിയ 29 സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.